ചില കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാതിരിക്കുന്നത് ചിലപ്പോൾ അതിലും നല്ല സമയത്ത് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ വന്നൊരു ചാൻസാണ് കേട്ടോ ഇച്ചാൻ്റെ ഈ കമ്പനി വിസിറ്റ്. ജിയോ വർക്ക് ചെയ്യുന്നത് എത്തിഹാദ് എയർവേസ് എഞ്ചിനീയറിംഗിലാണ്. അപ്പോൾ അവരുടെ ഓഫീസിലേക്ക് അങ്ങനെ യൂഷ്വലി ഫാമിലിനൊന്നും അങ്ങനെ എൻട്രി അവർ കൊടുക്കാറില്ല. കോവിഡിന് മുന്നേ അവർ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി മീറ്റൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. ചെന്നപ്പോൾ തന്നെ അവരുടെ ക്യാപ്പും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡയറിയൊക്കെ തന്നായിരുന്നു. ഇതിന് മുന്നേ വന്നപ്പോൾ മക്കൾ ചെറുതായതുകൊണ്ട് തന്നെ മക്കളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ കാണാൻ. ഇപ്പോൾ അവർക്ക് ഒന്നും കൂടെ എല്ലാം മനസ്സിലാവുന്ന പ്രായമാണല്ലോ. 3 വീക്സ് ആയിട്ടായിരുന്നു കമ്പനി വിസിറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഫസ്റ്റ് വീക്കിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും മോൻ്റെ ഒരു കോമ്പറ്റീഷൻ കാരണം പോകാൻ പറ്റിയില്ല. പക്ഷേ അതെന്തായാലും ഇപ്പോൾ ഉർവശി ശാബ് ഉപകാരമായി എന്ന് പറഞ്ഞോണം. ഇപ്രാവശ്യം പോകാൻ പറ്റിയത് വളരെ വളരെ നന്നായി. കാരണം ഫസ്റ്റ് 2 വീക്സിൻ്റെ റഷും ഉണ്ടായില്ല, ഞങ്ങൾക്ക് മതിയാവോളം എൻജോയ് ചെയ്യാനും പറ്റി. പിന്നെ ആദ്യത്തെ 2 വീക്കിൽ പ്ലാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീക്ക് അവർ പൊളിച്ചു. വെൽ പ്ലാൻഡ്, വെൽ ഓർഗനൈസ്ഡ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ ബസ് ബോർഡ് ചെയ്തു. പല നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പിന്. ഞങ്ങൾക്ക് എന്തായാലും ഫ്രണ്ട്സായിട്ട് സന്തോഷ് നിരഞ്ജന എന്ന് പറഞ്ഞ് ഒരു കപ്പിളിനെ കിട്ടി. അവർക്കും ഞങ്ങളുടെ പോലെ തന്നെ 2 ആൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് കമ്പനി ആയിട്ടോ. മക്കൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ഫുൾ അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ റൺവേ കൂടെയൊക്കെ പോയി. കുറേ ഫ്ലൈറ്റ്സൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവരുടെ ഹാങ്ങേഴ്സിലാട്ടോ. ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതുപോലെ ബസ്സിലൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഫുൾ നടന്ന് കാണുമായിരുന്നു. ഇപ്രാവശ്യം ബസ്സായതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു. പെട്ടെന്ന് സ്മൂത്തായിട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. നേരിയൊരു കാറ്റും അത്ര ചൂടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് ഹാങ്ങറിലെത്തി. ഞങ്ങൾ ആദ്യം തന്നെ പോയത് അവരുടെ എൻജിൻ വർക്ക്ഷോപ്പിലായിരുന്നു കേട്ടോ. അവിടെ പല തരത്തിലുള്ള ഫാൻ ബ്ലേഡ്സും അവരുടെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ പ്രായത്തിലും മക്കൾക്ക് പല പല ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ പ്രായത്തിൽ അവർക്ക് അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മാത്രമല്ല അവരിങ്ങനത്തെ കുറേ വീഡിയോസ് കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറേ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനും അവർക്ക് പറ്റി കേട്ടോ. ഭയങ്കര പ്രൗഡായിരുന്നു അവർ അപ്പയുടെ കമ്പനിയിൽ വന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയതിനൊക്കെ. യെല്ലോ സ്ട്രൈപ്സ് അല്ല കോണിക്കൽ ഷേപ്പ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മോൻ ആൻസർ പറഞ്ഞാണ് ഇറ്റ് ഷോസ് ഇറ്റ്സ് മൂവിങ്. ആൻഡ് മൂത്താൾ പറഞ്ഞു ഇറ്റ്സ് ടു കീപ് ബേർഡ്സ് എവേന്ന്. ഇത് രണ്ടും കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വെക്കുമെന്ന്. പക്ഷേ സത്യത്തിൽ അതായിരുന്നു കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പം ഞാൻ ആരായി? ശശി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ അവരുടെ ഓരോ ക്ലാസ്സസും. മാത്രമല്ല അവിടെ നിന്നാണ് ഞാനൊരു ഫാക്റ്റ് അറിഞ്ഞത്. ഇവർ ഈ ടെസ്റ്റിംഗ് ഫേസിൽ ഈ ഫാൻ ബ്ലേഡിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ ലൈക്ക് ബേർഡ്സ് ഇതിന് ഹിൻഡർ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഫ്രോസൺ ആയിട്ടുള്ള ബേർഡ്സിനെ ഇതിലേക്ക് എറിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നു. ഫാൻ ബ്ലേഡിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ മക്കൾ വിട്ടുപോലെ അത് ടൈറ്റാനിയം ആണെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിതിനെ പറ്റി യാതൊരു അറിവുണ്ടായിരുന്നില്ല. അവിടെ വേറെയും കുറേ ഹാങ്ങേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയത് സേഫ്റ്റി എക്യുപ്മെൻറ്റ് ഷോപ്പിലാട്ടോ. രണ്ടാമത്തെ ആൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പം അവനത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കി നിന്നിരുന്നു. അപ്പോൾ ഇത്തവണ അതിലേക്ക് എൻട്രി തരുമെന്നാണ് ഇവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ കേട്ടോ. അപ്പോൾ ചാൻസ് കിട്ടിയ വഴിക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് ചാടി ഓടിച്ചു തന്നു. ഫസ്റ്റ്ലി അവർ ലൈഫ് വെസ്റ്റ് എങ്ങനെ ഇടണമെന്നും അതെങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് കേട്ടോ. നമ്മളിതെല്ലാം എയർ ഹോസ്റ്റസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതും അതുപോലെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ചത് വരാതിരിക്കട്ടെ. നെക്സ്റ്റ് അവർ ചെയ്തത് ഇവാക്വേഷൻ സ്ലൈഡ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതാട്ടോ. അത് അത്യാവശ്യം നോയ്സിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇയേഴ്സ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, എസ്പെഷ്യലി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ അവരത് ഇൻഫ്ലേറ്റ് ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ് ആണ് കേട്ടോ അത് ഇൻഫ്ലേറ്റഡ് ആയത്. ഞാനും അതിൻ്റെ സൗണ്ട് കേട്ട് ഞെട്ടിപ്പോയി. അത്ര പവർഫുള്ളായിരുന്നു അത്. മക്കളൊക്കെ ഇങ്ങനെ റണ്ണിങ് റേസിന് റെഡി ആയിട്ട് നിൽക്കുന്നതോടെ നിൽക്കുമായിരുന്നു. അവർ വിളിച്ചത് ഇവരെ എല്ലാവരും കൂടെ ചാടി ഓടിച്ചെന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് അതിൻ്റെ കാര്യം കട്ട പുകയായിരിക്കുന്നു. പക്ഷേ ഇറ്റ് വാസ് സോ പവർഫുൾ. അതിന് ഒരു കേടുപോലും ഉണ്ടായില്ല. മക്കളൊക്കെ അതിലൂടെ സ്ലൈഡ് ചെയ്ത് ഓടി പല രീതിയിലും ചാടി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇച്ചാൻ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡർ കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ അപ്പയുടെ കമ്പനിയാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ എന്ന്. പക്ഷെ ആരാലോചിക്കാൻ, അവർക്ക് അങ്ങനെ ഒരു ഭാവമേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയത് വേറൊരു ഷോപ്പിലേക്കാണ്. ലൈക്ക് ദ കാർപ്പറ്റ്സ് ആർ ബീങ് കട്ട്. അവരുടെ കുറേ ആക്സസറീസ്, ലെതേഴ്സ് എങ്ങനെ കട്ട് ചെയ്യണേ അങ്ങനത്തെ അത്രയും പ്രിസൈസ് ആൻഡ് പെർഫെക്റ്റ് വർക്കാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ അവർ കട്ടിങ് ടൂളൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓരോ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം. നമ്മൾ ഡിസൈൻസ് ഇൻപുട്ട് ചെയ്യുന്നു ആൻഡ് ആസ് പെർ ദ ഡിസൈൻ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ഇതെല്ലാം കട്ട് ചെയ്യുന്നു.
ഓരോ വർക്ക്ഷോപ്പിലും അതിൻ്റെ എക്സ്പേർട്സാണ് അവർ അസിസ്റ്റ് ചെയ്യുന്നതും എല്ലാം. അത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഈ കയറുന്ന ഫ്ലൈറ്റിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ അന്ന് ഇതെല്ലാം കണ്ടപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. ഇത് പിന്നെ മോനെ ഒരു പൈലറ്റ് സീറ്റിൻ്റെ എങ്ങനെയാണ് ഫങ്ഷനിങ് അവിടെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് അതും നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനും പറ്റും, ഓട്ടോമാറ്റിക്കലി ചെയ്യാനും പറ്റും. ഇൻ കേസ് ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മാനുവലി പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇപ്പോൾ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആശാൻ ഗെയിമിംഗ് ചെയർ പോലെ കേട്ടോ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പൈലറ്റ് ആണെന്നുള്ളൊരു സീരിയസ്നെസ് ഒന്നും അവരുണ്ടായിരുന്നില്ല. പിന്നെ അധികം നേരമൊന്നും ഇരിക്കാൻ പറ്റിയില്ല, അവിടെ വേറെ കുട്ടികൾ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ അവർ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാങ്കറിലുണ്ടായിരുന്ന വേറെ ഫ്ലൈറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇത് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റാണ്. അവരെല്ലാം മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് ഇറ്റ്സ് ഓൾ സെറ്റ് ടു ഗോ. അപ്പോൾ അതിൻ്റെ ബിസിനസ് ക്ലാസ്സും അതിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. മക്കൾ ഓൾറെഡി അവിടെ ബിസിനസ് ക്ലാസ്സിൽ അവിടെ ചെന്നിരുന്ന് അവരുടെ മറ്റേ ഗെയിമിങ് അങ്ങനെ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫംഗ്ഷനും കാണുമെന്ന് നോക്കണമല്ലോ. മക്കൾ ഭയങ്കര റെസ്പോൺസിബിൾ ആട്ടോ. എല്ലാ ഗെയിമിംഗ് ആക്സസറീസും എല്ലാം ഫങ്ഷണലാണോ നോക്കിയിട്ടേ അവർ ഈ ഫ്ലൈറ്റ് വിടുള്ളൂ. കുറേ നേരം നടന്ന് എൻ്റെയും കാലിൻ്റെ ഏകദേശം പരിപ്പിളകിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങളൊരു സീറ്റിലൊക്കെ കിടന്ന് കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പോഴേക്കും കോക്പിറ്റിലേക്ക് കയറാനുള്ള ക്യൂ കൂടിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് കോക്പിറ്റിലേക്കാണ്. നമ്മൾ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തത് കൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത്ര അറിയില്ല. നമുക്കറിയാവുന്ന യന്ത്രം ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. നല്ലൊരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ക്വാണ്ടസ് എയർലൈൻസിലോട്ട് വന്നു. ശരിക്കും നമ്മളൊരു ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ എൻജിൻ ഫങ്ഷനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കുമായിരിക്കും. അതല്ലാതെ ഈ ഓരോ എന്താ പറയുക മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഇതിൻ്റെ ലെതേഴ്സ്, ഇതിൻ്റെ കാർപ്പറ്റ്സ്, എവ്രിത്തിങ്. ഇപ്പം ഫ്ലൈറ്റ് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവറോൾ മെയിൻ്റനൻസ് നടക്കുന്നത് നമ്മളവിടെ കണ്ടിരുന്നു. ശരിക്കും നമ്മൾ കയറുന്ന ഫ്ലൈറ്റ്, അത് കോണ്ടസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൈറ്റ് കംപ്ലീറ്റ് അത് അവർ റിനോവേറ്റ് ചെയ്യുകയാണ്. അത് സീറ്റിൻ്റെ കുഷ്യൻ വരെ അവർ അപ്പോൾസ്റ്റർ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടൈം അവർ റിനോവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസിൽ ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി. എല്ലാവർക്കും അത്യാവശ്യം വയ്യാതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളധികം നേരം അവിടെ നിന്നില്ല, തിരിച്ചു പോരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും പോയി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടി ചേൻ്റെ ഓഫീസൊക്കെ കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചേൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത്, പണ്ട് തൊട്ടേ അറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടു. പിന്നെ ഇത് വേറൊരു ക്യാൻറ്റീനായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. എനിക്ക് പിന്നെ ഇവരുടെ ഓഫീസ് കണ്ടിട്ട് ആകെ ഒരു കംപ്ലയിൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടി ഒരു സസ്യ ഷാമ്പിൾ കോമളൊക്കെ ആക്കായിരുന്നു എന്ന്. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ചേട്ടനെ നേരെ കൊണ്ടുപോയത് അവിടുത്തെ ഒരു എന്താ പറയുക നല്ലൊരു റിലാക്സിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കായിരുന്നു. 1-2 ഗസബും പിന്നെ അതുപോലെ തന്നെ ഒരു സ്മോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെ കുറച്ച് ഗ്രീനറി, ഇങ്ങനെ ലഷ് ഗ്രീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഓഫീസ് വിസിറ്റൊക്കെ കഴിഞ്ഞു. എനിക്ക് ശരിക്കും മക്കളുടെ പോലെ ഇച്ചാൻ്റെ ഒരു ഓപ്പൺ ഹൗസ് കഴിഞ്ഞൊരു പ്രതീതിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.